നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓങ്ങല്ലൂർ മരുതൂർ തളി ശിവക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരങ്ങൾ തകർത്ത നിലയിൽ 5000 രൂപയോളം നഷ്ടപ്പെട്ടിരിക്കാമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡ്രെയിനേജ് അടച്ച് റെയിൽവേയുടെ ലിങ്ക് റോഡ് നവീകരണം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള പുതിയ റോഡ് നിർമ്മാണത്തിനിടെ ഡ്രെയിനേജ് കോൺക്രീറ്റ് ചെയ്ത് അടച്ചത് മഴക്കാലത്ത് നഗരത്തിൽ വെള്ളക്കെട്ടിനിടയാക്കുമെന്ന് ആശങ്ക. നഗരസഭാ ചെയർമാന്റെ പരാതിയിൽ ഡ്രെയിനേജ് പുനഃസ്ഥാപിക്കാൻ അധികൃതർ നടപടി ആരംഭിച്ചു. ലഹരിമുക്ത നവകേരളം സൃഷ്ടിക്കാൻ സമൂഹത്തിന്റെ കൂട്ടായ ജാഗ്രത അനിവാര്യമെന്ന് UR പ്രദീപ് MLA. കായിക മേഖലയിൽ യുവാക്കൾ കൂടുതൽ സജീവമാകുന്നത് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിർണായകമാകും. മുള്ളൂർക്കരയിൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം. വാർത്തകൾ വിശദമായി. ഓങ്ങല്ലൂർ മരുതൂർ തളി ശിവക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നാണ് പണം അപഹരിച്ചത്. 5000-ഓളം രൂപ മോഷണം പോയതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മരുതൂർ തളി ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാവിലെ പൂജാരി ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ച 2 ഭണ്ഡാരങ്ങൾ, ഉപദേവന്മാരുടെ മുന്നിൽ സ്ഥാപിച്ച 3 ഭണ്ഡാരങ്ങൾ, റോഡിൽ സ്ഥാപിച്ച 1 ഭണ്ഡാരം എന്നിവയുടെ പൂട്ട് തകർത്താണ് പണം അപഹരിച്ചിരിക്കുന്നത്. പൂട്ട് പൊളിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഭണ്ഡാരത്തിന് മുന്നിൽ തന്നെ കിടപ്പുണ്ട്. വിവരമറിഞ്ഞ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സ്ഥലത്തെത്തി. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പൂവക്കോട് വിജയൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് എത്തി പരിശോധന നടത്തി. ഏകദേശം 5000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ലിങ്ക് റോഡ് നിർമ്മാണ പ്രവൃത്തിക്കിടെ നേരത്തെയുണ്ടായിരുന്ന ഡ്രെയിനേജ് കോൺക്രീറ്റ് ചെയ്ത് അടച്ചതായി പരാതി. നഗരപ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോകുന്ന ഡ്രെയിനേജ് സംവിധാനം അടച്ചത് മഴക്കാലത്ത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എളുപ്പമെത്താൻ റെയിൽവേ നിർമ്മിക്കുന്ന ലിങ്ക് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്കിടെയാണ് ഡ്രെയിനേജ് കോൺക്രീറ്റ് ചെയ്ത് അടച്ചെന്ന് പരാതി ഉയർന്നിരിക്കുന്നത്. ഷൊർണൂർ ടൗണിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെ മഴവെള്ളം ഒഴുകിപ്പോകുന്ന പ്രധാന ഡ്രെയിനേജാണ് റോഡ് നിർമ്മിക്കുന്നതിനിടെ കോൺക്രീറ്റ് ചെയ്ത് അടച്ചു കെട്ടിയത്. നിർമ്മാണ പ്രവൃത്തിയിൽ അപാകതയുണ്ടെന്നറിഞ്ഞ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്ഥലം സന്ദർശിച്ചു. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് മാരിയമ്മൻ ക്ഷേത്രം റോഡിന് മുന്നിൽ ചെന്നാണ് അവസാനിക്കുന്നത്. റോഡ് അവസാനിക്കുന്ന ഭാഗത്തെ ഡ്രെയിനേജാണ് അടച്ചിട്ടുള്ളത്. സീനിയർ റെയിൽവേ എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുമായി 1 മണിക്കൂറോളം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഈ വിഷയം സംബന്ധിച്ച് ചർച്ച നടത്തി. പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു. ഡ്രെയിനേജ് അടച്ച ഭാഗം പൊളിച്ചുമാറ്റി ഡ്രെയിനേജിനോട് ചേർന്നുള്ള കൾവർട്ട് പുതുക്കി പണിയാൻ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ചർച്ചയ്ക്ക് ശേഷം എഞ്ചിനീയർ, കരാറുകാരൻ എന്നിവരുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നിലവിലുള്ള കൾവർട്ട് പൊളിച്ച് കൾവർട്ട് പുതിയതായി നിർമ്മിക്കുന്നതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. റോഡ് പ്രവൃത്തി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡ്രെയിനേജ് അവർ ബ്ലോക്ക് ചെയ്തു. അത് ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെ തുടർന്ന് ഞാൻ ഉടനെ DRMനെ വിളിച്ചു. DRMുമായി സംസാരിച്ച് DRMൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് തന്നെ DRM ഇവിടെ അടുത്ത എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 10 മണിക്ക് പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ സ്ഥലം സന്ദർശിച്ചത്. സ്വാഭാവികമായിട്ടും അവർ കൾവർട്ട് പുതിയതായി പണിത് ഷൊർണൂർ ടൗണിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് ഡ്രെയിനേജ് വഴി ഒഴുക്കിവിടാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാം എന്നവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷയോടുകൂടി അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്തില്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നഗരസഭയുടെയും ജനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് 14 ദിവസത്തിനകം പുതിയ കൾവർട്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ നഗരസഭാ ചെയർമാനെ അറിയിച്ചു. നിർമ്മാണം പാതി വഴിയിൽ അവസാനിപ്പിക്കുന്ന സമീപനമാണ് റെയിൽവേ സ്വീകരിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നാം ഓരോരുത്തരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ ലഹരിമുക്ത നവകേരളം പുനഃസൃഷ്ടിക്കാൻ കഴിയൂ എന്ന് UR പ്രദീപ് MLA പറഞ്ഞു. മുള്ളൂർക്കരയിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പുതിയ തലമുറകൾക്ക് കായിക രംഗത്തുള്ള ലഹരിയെ
നല്ലപോലെ പ്രോത്സാഹിപ്പിക്കാനും യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് എന്ന ലഹരിയെ ജീവിതത്തിൽ തൊടാതിരിക്കാനുമുള്ള ഒരു വലിയ സന്ദേശമാണ് ഇന്നിവിടെ കൊടുത്തുകൊണ്ട് ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിന് പുതിയ തലമുറകളെ കായിക രംഗത്തും കലാരംഗത്തും ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു നാട് ഒരുമിച്ച് നിൽക്കണം. അതിൻ്റെ വലിയ സന്ദേശമാണ് സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് എം.എച്ച്. അബ്ദുൽ സലാം, ക്ലബ്ബ് പ്രസിഡന്റ് സോമസുന്ദർ, സെക്രട്ടറി മിഥുൻ, ചെയർമാൻ ഷിഹാബ്, ട്രഷറർ കെ.എം. മൻസൂർ, കെ.എം. ഹസീബ് എന്നിവർ സംസാരിച്ചു. 2025 ഏപ്രിൽ 20 ഞായർ മുതൽ മെയ് 4 വരെ ഇരുനിലങ്കോട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ച് രാത്രി 8 മണിക്ക് നടത്തപ്പെടുന്ന ടൂർണമെന്റിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി വരും ദിവസങ്ങളിൽ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ സിറ്റി ബോയ്സ് കിള്ളിമംഗലം ഡിഫൻഡർ നെടുമ്പുരയെ എതിരില്ലാതെ 1 ഗോളിന് തോൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് KSRTC സ്റ്റേഷനിലെത്താൻ റോഡിൽ കിളിമാസ് കളിക്കണം. KSRTC ബസ്സിൽ യാത്ര ചെയ്യാനും യാത്രയാക്കാനും സ്റ്റാൻഡിലെത്തുന്നവർക്ക് പറയാനുള്ളത് പരാതികളും പരിഭവങ്ങളും മാത്രം. പെട്ടിക്കടകൾ, ഓട്ടോ സ്റ്റാൻഡ്, നിർത്തിയും നിരങ്ങിയും നീങ്ങുന്ന ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകൾ, മറ്റു വാഹനങ്ങൾ എല്ലാം കൂടിയാകുമ്പോൾ പാലക്കാട് ബസ് സ്റ്റേഷന് മുൻവശം തിക്കും തിരക്കുമാണെപ്പോഴും. കാൽനടയ്ക്ക് പോലും പറ്റാത്ത അവസ്ഥ. യാത്രികരെ യാത്രയാക്കാനോ സ്വീകരിക്കാനോ എത്തുന്നവരുടെ വാഹനം അല്പനേരം പാർക്ക് ചെയ്യണമെങ്കിൽ പോലും പണം കൊടുത്തു തന്നെ പാർക്ക് ചെയ്യേണ്ട ഗതികേടുണ്ട്. എന്നിട്ടും പലപ്പോഴും ഇവിടെ ഇടം കിട്ടാറുമില്ല. ഇതുകൊണ്ട് വാഹനങ്ങൾ ദൂരെ പാർക്ക് ചെയ്തു വേണം ബസ് സ്റ്റേഷനിലേക്ക് നടന്നെത്താൻ. സ്റ്റേഷന് മുന്നിലെ റോഡ് മുറിച്ചു കടക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. സീബ്ര ലൈനുണ്ടെങ്കിലും വാഹനയാത്രികർ കാൽനട യാത്രക്കാരെ കണ്ട മട്ട് കാണിക്കാറില്ല. ഇതിനു പുറമെ പെട്ടിക്കടകളും ഓട്ടോ സ്റ്റാൻഡും സ്വകാര്യ ബസ് സ്റ്റോപ്പും എല്ലാം കൂടിയാകുമ്പോൾ സ്റ്റേഷനു മുന്നിൽ മനുഷ്യന്മാരുടെ ഞാണിന്മേൽ കളി. സ്വകാര്യ ബസ്സുകളുടെ ആളെ കയറ്റിയിറക്കൽ KSRTC ബസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് കുറച്ച് മാറ്റിയാക്കണമെന്നാണ് പരക്കെയുള്ള ആവശ്യം. ഓട്ടോ സ്റ്റാൻഡിൻ്റെ മുൻഭാഗം തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ വഴി അടച്ചാണെന്നും ഇതിനൊരു പരിഹാരം കാണാൻ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഇടപെടണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 50 ഗ്രാം MDMA-യുമായി യുവാവ് ചെർപ്പളശ്ശേരി പോലീസിന്റെ പിടിയിൽ. കരുമാനംകുറിശി 26 മൈൽ നറുക്കൻചിറ വീട്ടിൽ 29 വയസ്സുള്ള മുഹമ്മദ് ഷമീറാണ് മില്ലുംപടിയിൽ വെച്ച് പിടിയിലായത്. കഴിഞ്ഞ ദിവസം MDMA-യുമായി പിടിയിലായ വ്യക്തിയെ ചോദ്യം ചെയ്തതിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ഷമീറിനെ തന്ത്രപരമായി പോലീസ് പിടികൂടിയത്. ബാലസംഘം പട്ടാമ്പി ഏരിയ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് വാടാനംകുറിശ്ശിയിൽ സ്വീകരണം. SN നഗർ കർക്കിടകച്ചാൽ പരിസരത്താണ് സ്വീകരണവും ബാലോത്സവവും സംഘടിപ്പിച്ചത്. വിളയൂരിൽ നിന്നാണ് ഇക്കുറി ബാലസംഘം പട്ടാമ്പി ഏരിയ കലാജാഥ ആരംഭിച്ചത്. വാടാനംകുറിശ്ശി SN നഗറിൽ ഊഷ്മളമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. ബാലസംഘം ജില്ലാ അക്കാദമി കൺവീനർ PT രാഹേഷ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട കൂടുതൽ നല്ല മനുഷ്യനായി വളരുന്നത് സമൂഹത്തിൽ ഇടപെടുമ്പോഴാണ്. ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഏതെങ്കിലും പെട്ടിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മാത്രം കുട്ടിക്ക് നല്ല കുട്ടിയായി മാറാനോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട മനുഷ്യനായി മാറാനോ കഴിയില്ല. ഒരു ബാലസംഘം പറയുന്നതാണ്, അടിവരയിട്ട് പറയുന്നതാണ്, സമൂഹത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ ഇറക്കി വിടുക മാത്രമാണ് നിങ്ങളുടെ കുട്ടിയെ കൂടുതൽ നല്ല മനുഷ്യനായി മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോംവഴി. വാർഡ് മെമ്പർ K. അശോകൻ, കൃഷ്ണദാസ്, PP വിജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വേനൽത്തുമ്പികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി. നിരവധി നാട്ടുകാർ കലാജാഥ ആസ്വദിക്കാൻ പ്രദേശത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൊമ്പൻ കരുവന്തല ഗണപതി ചെരിഞ്ഞു.
തൃശൂർ കരുവന്തല ശിവക്ഷേത്രത്തിലെ കൊമ്പനാണ് ഗണപതി. 25 വയസ്സ് മാത്രം പ്രായമുള്ള ആന കുറച്ചു ദിവസങ്ങളായി ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്നു രാവിലെയാണ് ചരിഞ്ഞത്. ഷൊർണൂർ പ്രഭാതം കലാസാംസ്കാരിക വേദി 21ാം വാർഷികത്തിന്റെ ഭാഗമായി ദ്വിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രഭാതം മറ്റ് 21 എന്ന പേരിൽ KVR സ്കൂൾ മൈതാനിയിലായിരുന്നു പരിപാടികൾ. ഷൊർണൂരിന്റെ കലാസാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായ പ്രഭാതത്തിന്റെ 21ാം വാർഷികാഘോഷങ്ങൾ ഷൊർണൂർ KVR ഹൈസ്കൂളിൽ ശനി ഞായർ ദിവസങ്ങളിലായാണ് സംഘടിപ്പിച്ചത്. ആദ്യ ദിനത്തിൽ ലക്ഷ്മി നടനം, മിഴാവിൽ പഞ്ചാരിമേളം എന്നീ പരിപാടികൾ നടന്നു. ഞായറാഴ്ച രണ്ടാം ദിനത്തിൽ പ്രശസ്ത ഇന്ത്യൻ ഫ്യൂഷൻ വയലിനിസ്റ്റ് രൂപ രേവതിയും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷൻ അരങ്ങേറി. വ്യത്യസ്ത സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്ത കലാകാരന്മാരുടെ പ്രാവീണ്യവും വയലിനിൽ മാസ്മരികത സൃഷ്ടിച്ച രൂപ രേവതിയുടെ പ്രകടനവും അവതരണ രീതിയും നിറഞ്ഞ സദസ്സിന് അത്യന്തം ആസ്വാദ്യമായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ലക്കിടി പേരൂർ പഞ്ചായത്ത് മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ലക്കിടിവേല് ഗ്രാമപഞ്ചായത്ത് തന്നെ ഒരു വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റാൻ തീരുമാനമെടുക്കുകയുണ്ടായി. പഞ്ചായത്തുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വയോജന സൗഹൃദ പഞ്ചായത്തുകളാക്കി മാറ്റാൻ തീരുമാനമെടുക്കുമ്പോൾ സന്ദർഭവശാൽ തിരുവനന്തപുരത്ത് അന്ന് ഞാനുണ്ടായിരുന്നു. ആ സമയത്ത് വേറൊരു പരിപാടിക്ക് പോയതാണ്. പക്ഷെ ഇങ്ങനെ ഒരു യോഗ അവിടെ നടക്കുന്നുണ്ട്, പഞ്ചായത്ത് തലത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി. അസോസിയേഷൻ പാലക്കാട് ജില്ലാ ട്രഷറർ VA രാജൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ K മുണ്ടായ സംഘടനാ പ്രവർത്തന രീതികളെക്കുറിച്ച് സംസാരിച്ചു. കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് O സുരേഷ്, ഏരിയ കമ്മിറ്റി അംഗം PK പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് C വേണുഗോപാലൻ, സെക്രട്ടറി N സുരേന്ദ്രൻ, ട്രഷറർ ഹരിദാസ് ഉൾപ്പെടെ 9 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. കേരള സർക്കാർ വയോജന കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഹിതം 200 രൂപയിൽ നിന്ന് 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ദേശീയ വയോജന നയം രൂപീകരിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുളപ്പള്ളി ഫെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ മുൻ ചെയർമാൻ MR മുരളി ഉദ്ഘാടനം ചെയ്തു. കുളപ്പള്ളി ഫെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽ ഷഹാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് കുളപ്പള്ളി KMIC ഓഡിറ്റോറിയത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. ഷൊർണൂർ നഗരസഭ മുൻ ചെയർമാൻ MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഉത്സവങ്ങൾ സ്നേഹം പങ്കിടലിൻ്റെ, സൗഹൃദം പങ്കിടലിൻ്റെ, ഒരുമയുടെ എല്ലാം സന്ദേശം പരത്തുന്നതാണ്. ഇന്ന് ഈസ്റ്റർ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളും അല്ലാത്തവരും ഈസ്റ്റർ ആഘോഷിക്കും. ആ ഈസ്റ്ററും ഒരുമയുടെ സന്ദേശമാണ്. എല്ലാ ഉത്സവങ്ങളും അങ്ങനെയാവട്ടെ. കുളപ്പള്ളി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എല്ലാവരുടെയും ഐക്യം, സൗഹൃദം, കൂട്ടായ്മ, അങ്ങനെ ഒരു ആഘോഷം. ആ ആഘോഷം കഴിയുമ്പോൾ തികഞ്ഞ സന്തോഷവും സംതൃപ്തിയും ആണ് ഉണ്ടാകുന്നത്.
ഫെസ്റ്റ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK ആഷിഖ് സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ TK ബഷീർ, സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് MC ജലാൽ, P മുസ്തഫ, ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുളപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, യുവജനതയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു നല്ല കാര്യമാണ്. കാരണം നമുക്കൊരു പുനരുജ്ജീവനം ഉണ്ടാവും, ശരിയാണ്. പക്ഷെ അതിൻ്റെ എല്ലാറ്റിനും ഒരു ഗുണകരമായ കാര്യങ്ങളുണ്ടാകുമ്പോഴും ദോഷകരമായ കാര്യങ്ങളും അതിൽ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം എന്നുള്ളത് പോലീസ്. ഫെസ്റ്റ് ഭാരവാഹികളായ MC സമദ്, സലീം, സണ്ണി, മണിക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മെയ് 3, 4 തീയതികളിലാണ് കുളപ്പുള്ളി ഫെസ്റ്റ് നടക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഓങ്ങല്ലൂർ മരുതൂർ തളി ശിവക്ഷേത്രത്തിൽ കവർച്ച, ഭണ്ഡാരങ്ങൾ തകർത്ത നിലയിൽ 5000 രൂപയോളം നഷ്ടപ്പെട്ടിരിക്കാമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡ്രെയിനേജ് അടച്ച് റെയിൽവേയുടെ ലിങ്ക് റോഡ് നവീകരണം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള പുതിയ റോഡ് നിർമ്മാണത്തിനിടെ ഡ്രെയിനേജ് കോൺക്രീറ്റ് ചെയ്ത് അടച്ചത് മഴക്കാലത്ത് നഗരത്തിൽ വെള്ളക്കെട്ടിനിടയാക്കുമെന്ന് ആശങ്ക. നഗരസഭാ ചെയർമാന്റെ പരാതിയിൽ ഡ്രെയിനേജ് പുനഃസ്ഥാപിക്കാൻ അധികൃതർ നടപടി ആരംഭിച്ചു. ലഹരിമുക്ത നവകേരളം സൃഷ്ടിക്കാൻ സമൂഹത്തിന്റെ കൂട്ടായ ജാഗ്രത അനിവാര്യമെന്ന് UR പ്രദീപ് MLA. കായിക മേഖലയിൽ യുവാക്കൾ കൂടുതൽ സജീവമാകുന്നത് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിർണായകമാകും. മുള്ളൂർക്കരയിൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.